ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷംനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ കപ്പ് കേക്ക്സിൻ്റെയും പേസ്ട്രീസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം എല്ലാവരും ഈ ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ ഡെക്കറേഷൻ ഞാൻ ചെയ്തേക്കുന്ന ക്രിസ്മസ് തീമാണ്. ക്രിസ്മസ് പാപ്പ, ക്രിസ്മസ് ട്രീ അങ്ങനെയൊക്കെയാണ് ചെയ്തേക്കുന്നത്. അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാവും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഈ ക്രിസ്മസിന്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെക്കാം. ഒരു അര കപ്പ് വിപ്പിംഗ് ക്രീമാണ് അതിനൊരു അളവ്. ഞാനിവിടെ വിപ്പിംഗ് പൗഡറാണ് എടുത്തേക്കുന്നത്. വിപ്പിംഗ് പൗഡറിൽ ഞാൻ നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു അര കപ്പാണ് അതിൻ്റെ കറക്റ്റ് അളവ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, വിപ്പിംഗ് ക്രീം ചെയ്യുന്ന സമയത്ത് ഈ പാത്രവും ബീറ്ററും ഇതെല്ലാം നമ്മൾ ഒരു അരമണിക്കൂർ മുന്നേ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ചെടുക്കണമെന്ന്. അപ്പം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ ഇതിൽ വയ്ക്കാം, പിന്നീട് ഹൈലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പൗഡർഡ് ഷുഗറാണ് എടുത്തേക്കുന്നത്. അതും കൂടെ നമുക്ക് ബാച്ചസ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ വിപ്പിംഗ് പൗഡറല്ലേ എടുത്തേക്കുന്നത്, അപ്പം കുറച്ച് തണുപ്പ് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വേറൊരു ഐസ് ബൗളിനകത്തേക്ക് ഇതെടുത്ത് വെച്ചിട്ടാണ് ഞാനിത് വിപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് സ്റ്റിഫായി വരും. ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിലിരിക്കുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് സ്റ്റിഫായിക്കോളും. ഇനി അടുത്തതായി നമുക്ക് ബട്ടർ മിൽക്ക് പ്രിപ്പയർ ചെയ്യാം. ഒരു ഗ്ലാസ്സിൽ അര കപ്പ് പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂണ് വിനിഗർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കത് മിക്സ് ചെയ്യാം. നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് അതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. ഞാനൊരു അരിപ്പിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടിയാണ് ഇട്ട് നന്നായിട്ടൊന്ന് ആദ്യം സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇത് അരിച്ചെടുക്കണം. അപ്പോഴേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ 2 പ്രാവശ്യം കഴിഞ്ഞു. ഇനി മൂന്നാമത് നമ്മൾ അരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണാണ്. അതുകൂടെ ഇട്ട് സ്പൂൺ വെച്ച് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം 1 പ്രാവശ്യം കൂടെ അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 4 കോഴിമുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇത് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് മുട്ട ഇതെല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം. 4 മുട്ട ഞാനിവിടെ പൊട്ടിച്ചൊഴിച്ചെടുക്കുന്നുണ്ട്. 4 മുട്ടയും ഞാനിവിടെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂണ് ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഒരു 1-2 ആ ഒരു സ്പീഡ് മതി. 1 നമുക്ക് ഒന്ന് ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് പതപ്പിച്ചെടുക്കണം. അതിന് ശേഷം 1 ടീസ്പൂണ് വാനില എസൻസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂണ് വാനില എസൻസ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതിനെ ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട നമ്മൾ എത്രത്തോളം നല്ല ഫ്ലഫി ആയിട്ട് എടുക്കുന്നോ അതനുസരിച്ച് കേക്കിൻ്റെ ടെക്സ്ചർ. നമ്മൾ പൗഡർ ഷുഗർ 1/4 കപ്പാണ് ഇവിടെ എടുത്തേക്കുന്നത്. നമുക്ക് ബാച്ചസ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 ബാച്ചസ് ആയിട്ട് നമുക്ക് ഇട്ട് നന്നായിട്ട് തന്നെ നമുക്കിതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുക്കില്ല, അതുപോലെ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് നമുക്ക് എടുക്കണം. ഇനി നമ്മൾ അത് ഹൈ സ്പീഡിലോട്ടിട്ട് ഏറ്റവും ഹൈ സ്പീഡിൽ തന്നെ ഇട്ട് നമുക്കിതിനെ നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു വൈറ്റ് കളർ ഒരു ടെക്സ്ചർ വരും. അതുവരെ നമ്മളിതുപോലെ നമ്മൾ എഗ്ഗിനെ ബീറ്റ് എടുക്കണം. ഇപ്പം ഞാൻ നന്നായിട്ട് തന്നെ ഞാനിത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു ടെക്സ്ചർ ആവുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഈ സൈഡൊക്കെ നമുക്ക് ഒരു സ്പാച്ചിൽ വെച്ച് നമുക്ക് സൈഡൊക്കെ ഒന്ന് നീറ്റാക്കി കൊടുക്കാം. എന്നിട്ട് കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മളിട്ട് ഒരുപാട് ബീറ്റ് ചെയ്യാൻ പാടില്ല. ആ മുട്ടയിൽ ആ ഓയിലെല്ലാം എല്ലായിടത്തും മിക്സ് ആകുന്നത് വരെ ഒരു 1-2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്താൽ മതി. അത്രേ ചെയ്യാവൂ, ഇല്ലെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ടെക്സ്ചർ നമുക്ക് ശരിയായിട്ട് കിട്ടത്തില്ല. ഇപ്പം ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ബാച്ചസ് ആയിട്ടിട്ട് നന്നായിട്ടൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് ചെയ്തെടുക്കാം. ഒരു 2-3 ബാച്ചസ് ആയിട്ടിട്ട് വേണം നമ്മളിതിൽ ചെയ്യാൻ. അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ചിടരുത് ഡ്രൈ ഇൻഗ്രീഡിയൻസ്.
അപ്പം ബാറ്റർ നമുക്ക് തിക്കായിട്ട് തോന്നുന്നുവെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ബട്ടർ മിൽക്ക് 2-3 സ്പൂണ് ഇതുപോലെ ബാച്ചസ് ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ സൂപ്പർ റെഡാണ് ഇടുന്നത്. അത് കളർ കൊടുത്തേക്കുന്ന സൂപ്പർ റെഡാണ്. അപ്പം നല്ല റെഡ് വെൽവെറ്റിന് കറക്റ്റ് കളർ കിട്ടും. ഒരു 2 കപ്പ് സൂപ്പർ റെഡാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. റെഡ് വെൽവെറ്റ് കേക്ക് ചെയ്യുമ്പോൾ സൂപ്പർ റെഡാണ് നമുക്ക് ആ കറക്റ്റ് കളർ കിട്ടുന്നത്. പിന്നെ നമ്മുടെ ബാറ്റർ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആകുന്നത് വരെ നമ്മൾ ഇടയ്ക്ക് ആ ബട്ടർ മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു കേക്ക് ടിന്ന് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പകുതി നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് പേസ്ട്രീസും കപ്പ് കേക്കും അല്ലേ ചെയ്യുന്നത്. ഇനി ഓവന് ഞാനൊരു 180 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 30-35 മിനിറ്റ് അതാണ് കറക്റ്റ് ടൈം. അതിനകത്ത് നമുക്ക് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്താവും കിട്ടും. ആദ്യം നമുക്ക് എയർ ബബിൾസൊക്കെ മാറാൻ വേണ്ടിയിട്ടൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഓവനിലേക്ക് വെച്ച് കൊടുക്കാവൂ. അപ്പോഴേ ഒരു 30-35 മിനിറ്റാണ്. എനിക്ക് 35 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഓവൻ്റെ ടൈം പോലെ ഇരിക്കും. ഇനി ബാക്കി നമുക്ക് കപ്പ് കേക്ക് റെഡിയാക്കാം. ഒരു 2.5 ടേബിൾ സ്പൂണോളം ഞാൻ ഓരോ കപ്പ് കേക്ക് മോൾഡിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പേസ്ട്രീസും കപ്പ് കേക്കും ഇവിടെ ഏതാണ്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബാറ്ററിൽ എനിക്കൊരു കേക്കിനും ഒരു 6 കപ്പ് കേക്കിനും കിട്ടിയിട്ടുണ്ട്. അപ്പം അതും നമുക്കിതുപോലെ ടാപ്പ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നോക്കിക്ക് നല്ല കറക്റ്റ് ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ ഡീമോൾഡ് ചെയ്തു. ഇനി നമുക്ക് അത് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു 2 ലെയറിലാണ് ചെയ്യുന്നത്. പേസ്ട്രീസാണ് ചെയ്യുന്നത്. 2 ലെയറാണ് ഞാൻ പേസ്ട്രി ചെയ്യുന്നത്. ഒരു 4 പീസിന് വേണ്ടിയിട്ട് മാത്രമേ ഞാനിതിൽ പേസ്ട്രി ചെയ്യുന്നുള്ളൂ. പിന്നെ കപ്പ് കേക്ക്, അതിൻ്റെ കുറച്ച് കേക്ക് ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി ഞാൻ മാറ്റി വയ്ക്കുന്ന ഈ ഒരു പീസിലാണ് ഞാനിപ്പം പേസ്ട്രീസ് ചെയ്യുന്നുള്ളൂ. ആദ്യം നമുക്ക് കേക്കിൽ ഞാനിവിടെ കുറച്ച് ഷുഗർ സിറപ്പും അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കണ്ടൻസ് മിൽക്കും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം ഷുഗർ സിറപ്പും കണ്ടൻസ് മിൽക്കും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അത് ആ കേക്കിലൊന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ മുകളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം കൊടുക്കാം. ഞാനൊരു നൈസായിട്ടൊരു ലെയറാണ് വിപ്പിംഗ് ക്രീം ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് വീണ്ടും സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. സിറപ്പ് ഒഴിച്ചതിന് ശേഷം വീണ്ടും 2 മിനിറ്റ് അതൊന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ടോപ്പിൽ വിപ്പിംഗ് ക്രീം നന്നായിട്ട് തന്നെ കട്ടിക്ക് വെച്ച് കൊടുത്ത് നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ക്രിസ്മസ് സ്പെഷ്യൽ പേസ്ട്രീസും കപ്പ് കേക്കും ചെയ്യുന്നതുകൊണ്ട് ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്തത് ആ ക്രിസ്മസ് തീം, ക്രിസ്മസ് പാപ്പ, ക്രിസ്മസ് ട്രീ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതുപോലെ ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവരും മാക്സിമം എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഷംനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ്. ബൈ.